വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയും പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു വരണാധികാരി ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജ് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് താൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ആനി രാജ പറഞ്ഞു. LDF നേതാക്കൾക്കൊപ്പമാണ് ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉത്തരേന്ത്യ ഒഴിവാക്കി രാഷ്ട്രീയ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുത്തത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു. ചെങ്കൊടി, ചുവന്ന തൊപ്പി, ചുവന്ന കുട എന്നിവ ധരിച്ച് പ്രവർത്തകർ അണിനിരന്നതോടെ കൽപ്പറ്റ നഗരം ചെങ്കടലായി. കൽപ്പറ്റ മാതൃഭൂമി പരിസരത്തു നിന്നുമാണ് LDFന്റെ റോഡ് ഷോ ആരംഭിച്ചത്. ഏറ്റവും മുൻപിൽ സ്ഥാനാർത്ഥി ആനി രാജ, തൊട്ടുപിന്നിൽ മുൻ MLA BS ബിജിമോൾ, MP സന്തോഷ്, മുൻ MLA CK ശശീന്ദ്രൻ, P ഗഗാറിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ആവേശമുദ്രാവാക്യവുമായി പ്രവർത്തകരും. വാദ്യമേളങ്ങളും ശിങ്കാരിമേളത്തിൻ്റെ ചുവടുകളും. വലിയ പ്രവർത്തക പങ്കാളിത്തമാണ് റോഡ് ഷോയിൽ ഉണ്ടായത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താനെന്ന് ആനി രാജ മലനാട് ന്യൂസിനോട് പറഞ്ഞു. തുടക്ക ദിവസം ഉള്ള അതേ ആത്മവിശ്വാസം അതിൻ്റെ 10 മടങ്ങ് വർദ്ധിച്ച് ഇന്ന് നിങ്ങൾ കാണുകയാണ്. ജനങ്ങളുടെ ആവേശം ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവേശം നിങ്ങൾ തന്നെ കാണുകയാണ്. അതുകൊണ്ട് ആ ജനങ്ങളുടെ ആത്മവിശ്വാസത്തിൽ, ജനങ്ങളുടെ ആവേശത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവേശം എനിക്കുണ്ട്. SKMJ സ്കൂൾ പരിസരത്ത് റോഡ് ഷോ അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥിയും നേതാക്കളും സിവിൽ സ്റ്റേഷനിലേക്ക്. നേരത്തെ അനുവദിച്ച സമയത്ത് എത്താത്തതിനാൽ തന്നെ അല്പനേരം കാത്തുനിൽക്കേണ്ടി വന്നു. പിന്നീട് ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ തന്നെ ആനി രാജ പ്രചാരണം ആരംഭിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി മണ്ഡലത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങളിലും ആനി രാജ പ്രചാരണം നടത്തിക്കഴിഞ്ഞു. കൽപ്പറ്റയെ ചെങ്കടലാക്കിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി ആനി രാജ റോഡ് ഷോ നടത്തിയത്. വലിയ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കാൻ LDFന് കഴിഞ്ഞു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് അവരുടെ വിലയിരുത്തൽ. കൽപ്പറ്റയിൽ നിന്നും മലനാട് വാർത്തകൾക്ക് വേണ്ടി ഇല്യാസ്.